നടക്കൂലട്ടുമ്മ. ഇതിന്ന് ₹1 കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. 10 വർഷമായിട്ടേ ഉമ്മ വെല്ലോന്റെ വീട്ടിൽ അടുക്കളപ്പണി എടുത്തിട്ടുള്ള കാശാണിത്. പിന്നെ ഞാനേ വാർക്കപ്പണിക്കും കൂലിപ്പണിക്കും പോയി ഉണ്ടാക്കിയ കാശാണ്. ഇതിന്ന് ഒരാൾക്കും ₹1 കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല ഉമ്മ. ആ പൈസ ഒന്നില്ല. എടാ ഇത് ₹1500 അല്ലെ ₹500 നിന്റെ ഉമ്മാക്കാണ്. നോമ്പൊക്കല്ലേ ബിജു എന്നാന്നും പറഞ്ഞു ഉമ്മക്ക് കൊടുത്തേക്കട്ടാ. അൽഹംദുലില്ലാ. ഇതുകൂടി കൂട്ടി വെക്കുമ്പോഴേ ₹2.5 ലക്ഷം തികയും. അതെന്താണത്? ഞാനും എൻ്റെ ഉമ്മയും കൂടി 10 വർഷമായി കാശ് കൂട്ടി വെക്കണത്. എൻ്റെ ഉമ്മാനെ അജ്ജിന് പറഞ്ഞയക്കാൻ. ഇപ്പം ₹2.5 ലക്ഷം തികഞ്ഞു. എൻ്റെ ഉമ്മാനെ ഇത്തവണ എന്തായാലും ഞാൻ അജ്ജിന് പറഞ്ഞയക്കോടാ. അടിപൊളിയാല. അതെ കാശുകളും വേണം എനിക്ക്. വേണ്ട 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 തകഞ്ഞടാ. ഇല്ല 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 ഉണ്ടെങ്കിൽ പറയണോ? മതിയടാ മതി മതി. വേണ്ട തകയും. അപ്പൊ ഉമ്മാനോട് എനിക്കും എൻ്റെ അമ്മക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. നാളെ പണിക്ക് പോയോട്ടാ. ഉമ്മ അതേ ഇന്നത്തെ പണിക്കാശ് ₹1000. പിന്നെ അവന് എനിക്ക് ₹500 വേണ്ടി തന്നിട്ടുണ്ട്. ഇതുകൂടി കൂട്ടി വെക്കുമ്പോഴേ നമ്മുടെ ₹2.5 ലക്ഷം തികഞ്ഞു. ഉമ്മ അതുകൊണ്ട് പെട്ടിയിൽ വെക്ക്. ഉമ്മയുടെ 10 വർഷമായിട്ടുള്ള ഉമ്മയുടെ സ്വപ്നം ഉണ്ടല്ലോ ഹജ്ജിന് പോകണമെന്നുള്ളത്, അത് ഇതോടുകൂടി യാഥാർത്ഥ്യവും. ഇത്തവണ എന്തായാലും ഉമ്മ ഹജ്ജിന് പോകും. മോനെ മോൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ. പറ ഉമ്മ. ഉമ്മ പറ. ഈ പൈസ മുന്താസിന്റെ മോക്ക് കൊടുക്കുക. ഏത് മുന്താസ്? എൻ്റെ കൂട്ടുകാരത്തെ. അവള് മരിച്ചേപ്പിന് ഞാനതിൽ പോയിട്ടില്ല. നടക്കൂലട്ടുമ്മ. ഇതിന്ന് ₹1 കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. 10 വർഷമായിട്ടേ ഉമ്മ വെല്ലോന്റെ വീട്ടിൽ അടുക്കളപ്പണി എടുത്തിട്ടുള്ള കാശാണിത്. പിന്നെ ഞാനേ വാർക്കപ്പണിക്കും കൂലിപ്പണിക്കും പോയി ഉണ്ടാക്കിയ കാശാണ്. ഇതിന്ന് ഒരാൾക്കും ₹1 കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല ഉമ്മ. ഞാൻ ഇന്ന് ആ വഴിയെ പോന്നപ്പോഴേ അവൾ തീരെ വയ്യാണ്ട് കിടക്കണം. മുന്താസിന്റെ മോള് അവർക്ക് കൊടുക്കാം. വലിയ എന്തോ വയ്യാഴിയാണ് അവൾക്ക്. 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പൊ ഉമ്മ കണ്ട സ്വപ്നോ? 10 വർഷമായിട്ട് നമ്മ കൂട്ടിവെച്ച കാശ് ഇപ്പൊ അവർക്ക് കൊണ്ട് കൊടുത്താല് ഉമ്മ പിന്നെ എങ്ങനെ ഹജ്ജ് ചെയ്യും ഉമ്മ? നാട്ടുകാരെ ഒന്ന് പിടിപ്പിച്ച് കുറച്ച് കാശായിട്ടുണ്ട്. നമ്മുടെ ഈ പൈസ കൂടെ കൊടുത്താൽ ഓപ്പറേഷൻ വൈകാണ്ട് പോകുമല്ലോ. ഈ ചായ അടുപ്പിക്കാൻ പോലും പഞ്ചസാരയും ചായലയും പോലും ഇല്ല അവിടെ. കണ്ടാ സങ്കടം വരും മോനെ നമുക്ക്. അതിനൊരു നിസ്കാരക്കുപ്പായം പോലും നല്ലതില്ല. കഴുകിട്ടേക്കണ മഞ്ഞ കളറ് പഴയതായി. ആ കുഞ്ഞുമക്കൊക്കെ ഒരു ഡ്രസ്സുകളുണ്ട്. ഈ റംസാൻ മാസമായിട്ട് നല്ലൊരു കാര്യം അതല്ലേ മോനെ. ഉമ്മ ഞാനുണ്ടാക്കിയ പൈസയല്ലേ, ഒരാളോടും കണക്ക് പറയണ്ട. ഉമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ റെഡിയാവും. നമുക്ക് ആ കാശ് അവർക്ക് കൊണ്ട് കൊടുക്കാം. ചെല്ല്. ഉമ്മ നമ്മൾ ഈ സെയിൻ ലേഡീസ് വെയറിലേക്കാണ് വന്നത്. എന്താണ് മോനെ ഇവിടെ വന്നേക്കണ? മുന്താസിൻ്റെ അങ്ങല്ലേ പോണ്ടത് കാശ് കൊടുക്കാൻ? ഉമ്മയല്ലേ പറഞ്ഞത് മുന്താസിൻ്റെ വീട്ടിൽ നല്ലൊരു നിസ്കാരക്കുപ്പായവും ഇല്ല, ആ പിള്ളേർക്ക് ഇടാനുള്ള ഡ്രസ്സും ഇല്ലെന്ന്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം. നല്ല കാര്യം മോനെ. പഠിച്ചോ നിന്നെ അനുഗ്രഹിക്കും. ബാ. അമ്മ ഞങ്ങൾക്കൊരു നിസ്കാരക്കുപ്പായം വേണം, പിന്നെ പർദ്ദ വേണം. നമുക്ക് സാരി ഒഴികെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ പർദ്ദ പല വെറൈറ്റി ഉണ്ട്. നിസ്കാരക്കുപ്പായം 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പെൺകുട്ടികളുടെ ഡ്രസ്സുകളുണ്ട്. വാ നമുക്ക് നോക്കാം. വാ മോനെ വലിയ വിലയൊക്കെ ആവുമോ? വലിയ കടയാണല്ലോ. എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം പറച്ചില്? അല്ല ഉമ്മ ചോദിക്കണേ, വലിയ കടയാണല്ലോ, ഭയങ്കര പൈസയോന്നാണ് ചോദിക്കണേ. നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ ഏരിയയിൽ ഏറ്റവും വിലക്കുറവും ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഷോപ്പാണ് സെയിൻ. എന്താ വേണ്ടത്? അതെ, ഒരു നമസ്കാര കുപ്പായം വേണം, ഒരു പർദ്ദയും വേണം. ഇത് നോർമൽ നമസ്കാര കുപ്പായം. ഈ നമസ്കാര കുപ്പായം പ്രിൻ്റാണ്, നല്ല വലിപ്പമുള്ളതാട്ടോ. ഇത് നമസ്കാര കുപ്പായത്തിൽ വേറൊരു പ്രിൻ്റാണ്. കളേഴ്സ് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്, വെറൈറ്റി പ്രിൻ്റുകളും ഉണ്ട്. പർദ്ദൊക്കെ നോക്കട്ടെ മോളെ. നോക്കിട്ടാ നോക്കോട്ടെ. സ്റ്റോൺ വർക്ക് ഏത് മോഡലാണ്? കഫ്താനാണ്.
ഡിസ്കൗണ്ട് ചെയ്ത് തരണോട്ടോ. ശരി, ഞാൻ വിചാരിച്ച അത്ര വന്നിട്ടില്ല കേട്ടോ. സന്തോഷം. നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളെ തൃപ്തി. ഓക്കെ, സന്തോഷമുണ്ട് കേട്ടോ. ശരി. കുറച്ച് പൈസക്ക് കുറേ സാധനങ്ങൾ കിട്ടിയല്ലേ ഓനെ. അതല്ലുമ്മ, ഞാൻ ഈ സൈനിലുമ്മാനെ കൊണ്ടുവന്നത്. മോളെ ഉറങ്ങണോ? ആ ഉമ്മ ഇരിക്കേ. മോള് കിടന്നോ. ഇക്ക ഇവിടെ ഇരിക്കാനൊക്കെ ഇത്തിരി സൗകര്യക്കുറവുണ്ട് കേട്ടോ. ഒന്നും കുഴപ്പമില്ല മോളെ. മോളെ കാലത്ത് ഇവിടെ വന്ന് പോയിട്ട് എനിക്കൊരു സമാധാനമില്ല. ഉമ്മ അജ്ജന് പോകാൻ വെച്ചിരുന്ന പൈസന് 2 ലക്ഷം രൂപയുണ്ട്. മോളെ ഓപ്പറേഷൻ എത്രയും വേഗം നടക്കട്ടെ. ഉമ്മ ഇതെൻ്റെ വിധിയാണ്. എൻ്റെ ഉമ്മ മരിക്കണതിന് മുന്നേ പറയുമായിരുന്നു എൻ്റെ കൂട്ടുകാരത്തി ഫാത്തിമ ഹജ്ജിന് പോകാനായിട്ട് പൈസ കൂട്ടി വെക്കണ കാര്യം. ഇത് ഉമ്മ ഇത്രയും കാലമായിട്ട് കഷ്ടപ്പെട്ട് കൂട്ടി വെച്ച പൈസ അല്ലേ. ഏകദേശം 10 വർഷമായില്ലേ ഇതിനു വേണ്ടി നടക്കണം. ഈ പൈസ എനിക്ക് വേണ്ട ഉമ്മ. എന്തായാലും ഉമ്മയുടെ ഹജ്ജ് നടക്കട്ടെ. നിന്റെ ഈ പ്രയാസം കണ്ട് ഞാൻ ഹജ്ജിന് പോയാലേ എൻ്റെ ഹജ്ജ് പടച്ചോ സ്വീകരിക്കൂല. ഈ പൈസ ഉമ്മ പൊരുത്തപ്പെട്ട് തരികയാണ്. നിന്റെ ഓപ്പറേഷൻ നടക്കണം. എൻ്റെ ഹജ്ജ് ഇവിടെ പൂർത്തിയാകുകയാണ്.